നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റിസ്ക് അല്ല, ബന്ന്. എടാ, അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ, എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, അതില്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ. അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷമാണ് ശങ്കരു. ആഹാ, എന്താ പോയതേട്ടാ, പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ, 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്നാ. ആർക്ക്? അമ്മിണി അമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാന്തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ, അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിട്ട് ഇപ്പൊ താൻ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല, എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്തേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലിപ്പ് ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മുമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞ്. അമ്മണിയുണ്ടോ അവിടെ? അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. നിക്ക് ഇതൂടെ പശുവിന് കൊടുത്തേ. ഇങ്ങനെ ശരി. പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? നീ തൊടിച്ചിപ്പോയി. ഞാൻ പോവന്നെയാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ടോ? നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മണി അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവന്റെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോല് നിനക്ക് പഴം എനിക്കും. കേട്ടോ, നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ, വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ, അമ്മണിയമ്മേ. അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ, ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. 2 പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്ക് വിശന്നിട്ട് വയ്യ.
12ാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. വേണ്ട. നിനക്ക് വേണ്ടല്ല. അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താവാനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. ആ അവള് അമ്മയാണ്. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. ഇത്? നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. അതേടാ, അവന്റെ സമയം സൂപ്പറാ. വെടി വെച്ചാ പോലും കൊള്ളില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അവിടെ ഏറ്റില്ലല്ലോ. ഹോ, എന്താണിപ്പോ ചെയ്യാ? എന്താണിപ്പ ചെയ്യാന്ന് പറഞ്ഞ ഈ ശങ്കുരു ഒന്ന് ആലോചിക്കട്ടെ. ഒരു പുക എടുക്കണ ഐഡിയ വരാൻ നല്ലതാ. വലിക്കടാ, ആഞ്ഞു വലിച്ചോ. ഐഡിയ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ അമ്മേ, കളയല്ലേ. ഒരു തകർപ്പൻ ഐഡിയ. എന്താ? ഇതേറ്റാൽ ഒന്നുകിൽ അവൻ ഇവിടം വിട്ട് ഓടിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് ഓടേണ്ടി വരും. എന്താ പറയാം. ഏത് കോടീശ്വരനായാലും ശരി, ഈ ശങ്കരന്റെ കൂർമ്മ ബുദ്ധിയോട് അടുക്കിലിട ഒരുത്തനും അവനെ ഇവിടന്ന് ഞാൻ പറപ്പിക്കണം. നീ കണ്ടോ? നീ എന്താ കടന്ന് മുക്കണത്? നിനക്ക് വെളുക്കിരിക്കണ കാണാനല്ലോ. വരാതെ എങ്ങനെ കാണാനാ? വിട്ടെ നോക്കട്ടെ. വിട്. നീ കളവെടുക്കട്ടെ. വിട്ടെ, ഇങ്ങിട്ടെ. കറക്റ്റ്. പ്രാർത്ഥിച്ചോ. രാമ 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 ഭാഗ്യം രാമപാദം ചെയ്യ. മതി. ഈ മെഷീൻ അങ്ങോട്ട് പിടിച്ചേ, തള്ളിക്കേ. പിടിച്ചോ. നല്ല ഭാരമുണ്ട്. ഈശ്വര, അവനെ പറപ്പിച്ച് തരണേ. പിടിച്ചോ. ഇപ്പൊ ഞാൻ പറഞ്ഞു പോനെ കൊല്ലു ഞാൻ. അരപ്പൊട്ടാ. ഇത് പിടിച്ചേ, നോക്കട്ടെ. കാണുന്നില്ലല്ലോ. വരട്ടെ. എത്തി. വിട്ടോ. കൊണ്ടില്ല, ജസ്റ്റ് മിസ്ഡ്. ഐഡിയ പൊളിഞ്ഞ്. വീണത് ശങ്കുരു ഇവന്റെ തെവിടെ പോയി? എന്റെ പൊന്നു പെങ്ങാമാരെ, വേണോന്ന് വെച്ച് വീണതല്ല, പറന്നു പോണ വഴിക്ക് വീണതാ. ക്ഷമിക്കണം.